ഹാലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയ മക്കളെ, കുറേ പേരിപ്പം നമ്മുടെ ഗ്രൂപ്പിലുണ്ടല്ലോ. പുതിയ കുട്ടികൾ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ ചെറുപ്രായത്ത് കർത്താവിലേക്ക് തിരിച്ചു വരാനും മാനസാന്തരപ്പെടാനും ചേച്ചി പറയേണ്ടതൊക്കെ അവർ കേൾക്കും. എൻ്റെ പൊന്നുമക്കൾക്ക് കോടി നന്ദി പറയാണ് ചേച്ചി. ഈ ഭയങ്കര സ്നേഹം അങ്ങനത്തെ കുട്ടികളോട്. മക്കളെ, അവർ വിളിക്കുമ്പോഴേക്കും കർത്താവ് അവരുടെ എന്താണ് തടസ്സം, അത് ചിലതൊക്കെ ചിലവരായിട്ട് എല്ലാവർക്കും കാണിച്ചു തരുന്നില്ല. അതങ്ങോട്ട് പറയുമ്പോഴത്തേക്കും അവർ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഇന്ന സ്ഥലത്ത് അവിടെ പോയി പ്രാർത്ഥിക്കും നിങ്ങൾ. എന്നിട്ട് ഒരു വൈദികനെ കൊണ്ട് തലേനൊന്ന് കൈവെപ്പിക്ക്, ബൈബിൾ എടുക്ക്, ഇന്ന അധ്യായം വായിക്ക്, ഇന്നത് ചെയ്യ്, എന്ത് പറയുന്നോ അതൊക്കെ ഈ കുഞ്ഞുങ്ങളെ അനുസരിക്കുകയും ചെയ്യും. അപ്പം എൻ്റെ മനസ്സിൽ തോന്നും, കർത്താവ് കറങ്ങിത്തിരിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്നെ വിളിപ്പിക്കുന്നതല്ലേ. കാരണം ഇങ്ങനെ ഒരു അമ്മ, ഞാൻ അവരോട് പറയും, മക്കളെ നിങ്ങൾ എന്നെ അമ്മേന്ന് വിളിച്ചാൽ മതിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അമ്മേന്ന് വിളിച്ചു കഴിയുമ്പോൾ എൻ്റെ പൊന്നുമക്കളെ എന്നാണ് ഞാൻ അവരെ വിളിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് ചേച്ചി പറയുകയാണ്, എത്ര പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നില്ല എങ്കിൽ നമ്മിൽ ഏതെങ്കിലും പാപം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നാണ് ആദ്യം തന്നെ അന്വേഷിക്കേണ്ടത്. പാപബോധവും പശ്ചാത്താപവും തരുന്നത് പരിശുദ്ധാത്മാവാണ്. കർത്താവ് മുഖേന പരിശുദ്ധാത്മാവാണത് തരുന്നത്. ഒരനുഭവം പറയട്ടെ മക്കളെ. ഒരിക്കൽ വളരെ വിദ്യാഭ്യാസമുള്ളൊരു കുട്ടി, അവർ എവിടെ ചെന്നാലും തഴയപ്പെടുക, അവർക്ക് ജോലി കിട്ടുന്നില്ല. അവരൊരിക്കൽ എൻ്റെ അടുത്ത് വരാൻ ഇടയായി. പ്രാർത്ഥിച്ചപ്പോൾ വയസ്സായ ഒരമ്മയെ തല്ലുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം എനിക്ക് തോന്നി, ഞാനത് പറഞ്ഞവർക്ക് വിഷമാവുമോ? പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി, കർത്താവല്ലേ കാണിച്ചു തരുന്നത്, ഞാൻ എന്തിനത് മറച്ചു വെക്കണം? പിന്നെ എന്നെ ഇല്ലാതാക്കി കർത്താവ് എന്നിൽ ജീവിക്കുന്നു എന്ന് കാണിക്കാൻ ഞാൻ എന്ന് ചിന്തിക്കാതെ ഇത് ഞാൻ അവരോട് പറയേണ്ടിയിരിക്കണോ എന്നൊരു ചിന്ത വന്നപ്പം ഞാൻ ചോദിച്ചത് അവരോട്, മക്കളെ ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ടല്ലോ, ഇത് എന്താ ഈ കാണുന്നത്? അപ്പോഴാണ് അവർ പറയുന്നത്, അമ്മയെ പല പ്രാവശ്യം തല്ലേണ്ടതായി വന്നിട്ടുണ്ട് ചേച്ചി, അങ്ങനത്തെ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ കാരണങ്ങൾ ഇപ്പോൾ ചേച്ചി പറയുന്നില്ല എൻ്റെ കുട്ടികളോട്. എല്ലാവർക്കും ഇതൊരു പാഠമാകാൻ വേണ്ടി പറയാണ്. പ്രിയ മക്കളെ, യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവാക്യം, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവരോട് ഇത് പറഞ്ഞ് നിങ്ങൾ ഇതിൽ നിന്ന് മാറ്, നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം, നിങ്ങൾക്ക് എന്തുമാത്രം പ്രാർത്ഥിക്കാമോ അത്രമാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം, എത്ര ഒരു 5 ദിവസത്തെ ധ്യാനം കൂടണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഞാൻ വിട്ടു. കാലങ്ങൾ പിന്നിട്ടതിന് ശേഷം അവർ വീണ്ടും എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ പറയുന്നു, ആ പാപത്തിൻ്റെ കെട്ട് 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടന്നുപോയതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഒരു പാപം, കഠിനമായൊരു പാപം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ 7 വർഷം കർത്താവ് ശിക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ കാണുന്നില്ലേ, കർത്താവ് പറയുന്നു 3, 4 തലമുറ വരെ ഞാൻ നിന്നെ ശിക്ഷിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? 7 തലമുറ ശിക്ഷിച്ചിരിക്കും, പാപം ചെയ്തോ. കാരണം കർത്താവ് എന്ന് പറയുന്നത് പരിശുദ്ധനാണ്. അവിടെ ഒരു തരി പോലും പാപത്തിൻ്റെ കണികയില്ല. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ പിശാചുമായിട്ടൊരു ടൈപ്പ്, ഒരു ചങ്കാവുകയാണ്. പിശാചും നമ്മളും തമ്മിൽ ഒരു ഭയങ്കര ബന്ധം വരികയാണ് നമ്മൾ. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ഒളിച്ചതുപോലെ നമ്മൾ ഈ പ്രകാശത്തിൽ നിന്ന് ഈ ഇരുട്ടിലേക്ക് നമ്മൾ തന്നെ സ്വയം വഴിമാറും. അതിന് കർത്താവിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളങ്ങോട്ട് പുറകോട്ടേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ പിശാചിൻ്റെ മടിയിൽ വന്ന് വീഴുകയാണ്. അവൻ നമ്മളെ എന്തെല്ലാം ആഘോഷങ്ങളിലൂടെ കൊണ്ടു നടക്കാൻ പറ്റും, ഈ ലോകത്തിൻ്റെ സകല മോഹങ്ങളും ആസ്വദിക്കാൻ പറഞ്ഞ് ആത്മീയത ഒട്ടുമില്ലാതെ നമ്മെ അങ്ങോട്ട് ചുറ്റിക്കറക്കുവൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വീണ്ടും ഇതുപോലെ ഏതെങ്കിലും വ്യക്തികളിലൂടെ കർത്താവ് പ്രവർത്തിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരും. നമ്മൾ പിന്നെ അബ്രാഹത്തെ കാണുന്നില്ലേ?
അബ്രാഹം അബിമലേക്കിന്റെ വീട്ടിൽ ചെല്ലുകയാണ്. ആ വീട്ടില് ഇരുന്ന് കഴിഞ്ഞ് സാറ സുന്ദരിയാണെന്ന് പറഞ്ഞ പെങ്ങളാണെന്ന് പറയാണ്. അബിമലേക്ക് സാറയെ ഭാര്യയായി ഉപയോഗിക്കാൻ തുടങ്ങാണ്. അപ്പോഴാണ് സ്വപ്നത്തിൽ കർത്താവ് വന്ന് പറയാണ്, നീ അവന്റെ ഭാര്യയെ തൊടരുത്, അവനൊരു പ്രവാചകനാണ്, അത് അവന്റെ ഭാര്യയാണത്. ആ ഭാര്യ അവന് തിരിച്ചു കൊടുത്തുകൊള്ളണം. കാരണം ആ പ്രവാചകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിന്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് തെരഞ്ഞെടുത്ത് മാറ്റി വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ചില വ്യക്തികളുണ്ട്. അവൻ പ്രവാചകനാണ്, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. ജോബിനോട് പറഞ്ഞില്ലേ, നീ ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? കഴിഞ്ഞു കഴിഞ്ഞപ്പോ കർത്താവ് പറഞ്ഞതാ, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ആ കാര്യങ്ങൾ ഞാൻ സാധിച്ചു കൊടുത്തോളാന്ന്. ഹല്ലേലൂയ. അതാണ് കർത്താവ് പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കഴുകി വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ കാൽക്കലിരിക്കുന്ന മക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ എന്നാൽ യെശയ്യായുടെ പുസ്തകം 59 അധ്യായം 1 തിരുവാക്യം പറയാണ്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓടിപ്പോയി ദിവ്യബലിയിൽ പങ്കെടുത്തിട്ട് കണ്ടു, ആ അപ്പം സ്വീകരിച്ച ഉടനെ പിശാച് അവൻ്റെ ഉള്ളിൽ കയറിയെന്ന്. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഞാൻ. യൂദാസിൻ്റെ ഉള്ളിലേക്ക് ആ അപ്പം സ്വീകരിച്ചാൽ കയറിയത് പിശാച. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് അനുദപിക്കാൻ ഓർക്കാൻ പറ്റിയ ഒരു മേഖല വിശുദ്ധ കുർബാനയിൽ തന്നെയാണ്. നിങ്ങൾ അവിടെ പോയി മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഒത്തിരി നേരത്തെ അങ്ങോട്ട് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊന്നും ഓർത്തെടുക്കുക. ഓർക്കുമ്പം അതിലെ പാപം ദൈവം വെളിപ്പെടുത്തി തരും. ഉടനെ എൻ്റെ പിഴ പറഞ്ഞുകൊണ്ട് മനസ്താപ പ്രകരണം, കുമ്പസാരത്തിനുള്ള ജപം, അങ്ങനെ പറയില്ല, ആ ജപല്ലേ, നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും ആ വിശുദ്ധ മിഖായേൽ ആ പ്രയർ അങ്ങോട്ട് ചൊല്ലുക. എന്നിട്ട് ആ കർത്താവെ, പാപിയാണ് ഞാൻ ഇന്ന പ്രായത്തിൽ ഇന്നടുത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന പാപം ചെയ്തിട്ടുണ്ട്, ഈ മഹാപാപിയോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അങ്ങൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണം, പിശാചല്ല എന്നിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് അനുദപിക്കണം എൻ്റെ കുട്ടികൾ. പ്രൈസ് ദി ലോർഡ്. ഓരോ വിശുദ്ധ കുർബാനയിലും ഇത് ആവർത്തിക്കണം. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് പറയണം, യേശുവേ നന്ദി, ഹല്ലേലൂയ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം വഴി പാപമോചനം നേടും. എത്ര വലിയ പാപിയായിരുന്നാലും കർത്താവിനോട് വന്ന് പാപങ്ങൾ ഏറ്റുപറയുന്ന നിമിഷം അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ഓരോന്നായിട്ട് നീക്കി നമ്മെ ദൈവത്തെ പോലെ അനുദിനം പരിശുദ്ധരാക്കും. ആദ്യം കൊണ്ടുവരുന്നത് കർത്താവ് പരിശുദ്ധിയിലേക്കാണ് നമ്മളെ കൊണ്ടുവരിക. നമ്മൾ വിചാരിച്ചാൽ പോലും പാപം ചെയ്യാൻ പറ്റില്ല. നമ്മെ മറ്റൊരു വിശുദ്ധ പട്ടികയിലേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തും ദൈവം. നമ്മുടെ സഹകരണം അതിന് അത്യാവശ്യമാണ്. പ്രായശ്ചിത്ത പ്രവർത്തികളും ചെയ്യണം. ആദ്യം തന്നെ ആരോടാണോ പാപം ചെയ്തത് ആ വ്യക്തിയോട് അത് ഏറ്റുപറയണം. പ്രായശ്ചിത്തമായി ദാനധർമ്മം ചെയ്യോ, നിയോഗം വെച്ച് ഇത്ര കരുണക്കൊന്ത, ജപമാല, വചനവായന, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ പുണ്യപ്രവർത്തികൾ, അതെല്ലാം ചെയ്യണം. ഇതുവഴി ദൈവവുമായി നാം രമ്യതയിലാകും. മക്കളെ, ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് അപ്പനെയും ജ്യേഷ്ഠനെയും കബളിപ്പിച്ച് അനുഗ്രഹം വാങ്ങി ദേശം വിടുകയാണ്. അതും അമ്മയുടെ എല്ലാ അനുഗ്രഹത്തോടും കൂടിയാണ് പോകുന്നത്. എന്നിട്ടും 21 വർഷമാണ് കഠിന പീഡ അനുഭവിച്ചത്. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും അവൻ ഏറെ സ്നേഹിച്ച ഭാര്യയായ റാഹേല് മക്കളില്ലാതെ യാക്കോബിനോട് കരഞ്ഞു പരാതി പറയാണ്. യാക്കോബ് ചോദിച്ച ചോദ്യം ഞാനിത് വായിച്ചിട്ട് കരഞ്ഞു പോയി. ഞാൻ ഉൽപ്പത്തി 30:2 പറയാണ്, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? അവിടുന്നല്ലേ നിനക്ക് സന്താനം നിഷേധിച്ചിരിക്കുന്നത്? കൊതി തോന്നുന്നില്ലേ അത് കേട്ടപ്പോൾ മക്കൾക്ക്? കണ്ടു, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോന്ന്. അതായത് കർത്താവ് പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, എന്നാൽ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ചോദിക്കുകയാണ്, ഈ ലോകത്തിലെ നമുക്ക് എന്തും തരുന്നത് ദൈവമാണ് മക്കളെ. പ്രഭാഷകൻ 10:5 പറയുന്നു,
കർത്താവാണ് വിജയം നൽകുന്നത്. ഈ കഷ്ടപ്പാടുകൾക്കിടയിലും ദൈവത്തെ മറന്ന് ഒരു പ്രവൃത്തിയും യാക്കോബ് ചെയ്യുന്നില്ല. ഭാര്യയോട് പറയാണ്, ദൈവമാണ് നിനക്ക് മക്കളെ തരേണ്ടത്, ഞാനല്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, ഞാൻ പഠിച്ചു, ഞാൻ സമ്പാദിച്ചു, ഞാൻ ചെയ്തു. പ്രിയമുള്ള മക്കളെ, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്നായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സിലും നാവിലും വരേണ്ടത്. ഒരു നിമിഷം പോലും ഞാൻ ചെയ്തു, ഞാൻ എടുത്തു, ഞാൻ വെച്ചു പറയരുത് കുട്ടികളെ. നമുക്ക് വീട് തന്നിട്ടുണ്ടോ? ഒരു ദിവസം ഒരു 10 കാര്യങ്ങൾ ഓർത്തിട്ട് ദൈവത്തോടൊന്ന് നന്ദി പറഞ്ഞേ. വീട് തന്നതിന് നന്ദി, സ്തുതി, ആരാധന. മക്കളെ തന്നതിന് നന്ദി, സ്തുതി, ആരാധന. ചോറ് വെക്കാൻ സാധിച്ചതിന്, ഇന്ന് എഴുന്നേറ്റ് നിന്ന് അത് വെക്കാൻ സാധിച്ചതിന് നന്ദി, സ്തുതി, ആരാധന. കെടുക്കുമ്പോൾ ഇന്ന് പകല് മുഴുവൻ എനിക്ക് എത്ര പ്രാർത്ഥിക്കാൻ സാധിച്ചു, എന്തെന്ന് ഞാൻ നല്ല പ്രവൃത്തി ചെയ്തു. ഇന്ന് എൻ്റെ കർത്താവിന് എന്നിൽ നോക്കിയാൽ എന്തൊക്കെയുണ്ട് പ്രീതികരമായിട്ട്. അതിനൊക്കെ നന്ദി, സ്തുതി, ആരാധന. ഇപ്പൊ നോക്കിയാൽ നല്ല മഴ ഉണ്ടാവില്ല. എനിക്കറിയാമായിരുന്നു നല്ല മഴ പെയ്യുന്നു. കാരണം കർത്താവിൻ്റെ മക്കൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവർക്ക് കർത്താവ് മഴ തരുന്ന കർത്താവിൻ്റെ വാഗ്ദാന, തമ്പുരാൻ തരും തക്ക സമയത്ത്. കർത്താവ് എത്രയോ വലിയവനാണ്. നിരന്തരം നിങ്ങൾ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കേ. വചനം വായിക്കും മക്കളെ. അങ്ങനെ എൻ്റെ പൊന്നുമക്കള് സന്തോഷത്തോടെ ജീവിക്കുക. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശ്വാസ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.